അഭിഭാഷകന്റെ കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതിനുമാണ് ഇപ്പോ കോടതി കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നാളെ ഈ ശിക്ഷയിന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വച്ചിരിക്കുകയാണ്. ഏകദേശം 500-ലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത്. ബാക്കി വിചാരണ വാദം നാളെയാണ്. വിധി എങ്ങനെ പ്രതീക്ഷിക്കുന്നു? വിധി വന്നല്ലോ, അതായത് ശിക്ഷാവിധി പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു വാദം കഴിഞ്ഞതിന് ശേഷം ആണ് കോടതി. അപൂർവമായ കേസായിട്ട് താങ്കൾ പറയുന്നുണ്ടോ? അല്ല, വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എന്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ള ഒരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഈ മൂന്നാം പ്രതിക്ക് ചുമത്തിയുള്ള കുറ്റം പ്രകാരം എത്ര വർഷം വരെ പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് തെളിവ് നശിപ്പിക്കൽ എന്ന് പറയുന്നത്? മൂന്നാം പ്രതിക്ക് എതിരായിട്ട് 7 വർഷം വരെ നേട്ടം ശിക്ഷ ലഭിക്കാവുന്നത്. ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നു, തെളിവ് നശിപ്പിച്ചിരുന്നതായിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്ന. അതായത് സിദ്ധുവിനെതിരായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത് ഈ ഭീഷ്മ കൊടുത്ത വിഷം കാപ്പിക് എന്ന് പറഞ്ഞ ആ ഒരു കളനാശിനി അത് മറ്റൊരു റബ്ബർ പുരയിലേക്ക് വലിച്ചെറിയുന്നതിന് നേരിട്ട് അവർക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ്. അത് പ്രതിയുടെ ഒരു കുറ്റസമ്മതം എന്നുള്ളതല്ലാതെ, കുറ്റസമ്മതം കോടതിയിൽ തെളിവായിട്ടെടുക്കില്ല. അപ്പോൾ അതല്ലാതെ മറ്റ് തെളിവുകളുടെ അഭാവം ഇതിനകത്തുണ്ടായിരുന്നു.